ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തോട്ട് വരുന്ന പല വാർത്തകളും കേവലം റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വിടുന്നതായിരിക്കാനാണ് സാധ്യത. ഇതുവരെയുള്ള വാർത്തകൾ ഇപ്പം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പ്രകടമാണ്. IFT ന്യൂസ് മീഡിയ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു. അതും റീച്ചിന് വേണ്ടിയുള്ളതാണോ എന്ന് കാത്തിരുന്ന് കാണണം. ഇന്ത്യയിലെ ഏറ്റവും പ്രതിഭാധനന്മാരായ ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് അമരീന്ദർ സിംഗ്. അമരീന്ദർ സിംഗ് പലതവണ പല വിജയകരമായി പ്രവർത്തിച്ച ക്ലബ്ബുകളുടെയും കാവലാളായിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിന്റെയും ഗോൾ കീപ്പറായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതേ അമരീന്ദർ സിംഗിനെ പ്രായം തളർത്തി തുടങ്ങിയെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലയിടത്തും ഉയരുന്നതിനിടയിൽ പോലും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. ആ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ചർച്ചകൾ വഴിയിലാണ് എന്നൊക്കെ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, ഞാനല്ല, IFT ന്യൂസ് മീഡിയ ആണ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഇതിൽ വലിയ വിശ്വാസ്യതയോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇത്രയും പ്രായം കൂടിയ ഒരു ഗോൾ കീപ്പർക്ക് പിന്നാലെ പോകുന്നത് അത്ര പുതിയ കാര്യമല്ല. നേരത്തെ കരൺജിത്തിനെയൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ യുവ ഗോൾ കീപ്പർമാരെ ആയിരിക്കും ഇപ്പോഴും ടാർഗറ്റ് ചെയ്തത്. അതിന് വിലക്കുറവ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഘടകമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ദാരിദ്ര്യം പറയുന്നുണ്ട്, മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്. ഏതായാലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് അന്തരീക്ഷത്തിൽ കറങ്ങി പ്രചരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. റൈറ്റ്, ഇന്നോട്ട് ഞാനൊരു റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എപ്പോഴും പറയുന്നതാണ്. ഞാൻ ജസ്റ്റ് യോഗ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കൂടി കഴിഞ്ഞാൽ നൈസായിരിക്കും. മറ്റേ ചാനലിൽ ഞാൻ യോഗയും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. ബൈ.